സ്വന്തം ചിന്തകളിൽ പോയാൽ ചിന്തകൾ, നിരൂപണങ്ങൾ ദൈവഹിതമല്ലാത്തതായി മാറിപ്പോകും. ആദി മനുഷ്യരിൽ അവരുടെ ചിന്തകൾ പോലും ദൈവത്തിന് ഇഷ്ടമില്ലാത്തതായി മാറിപ്പോയി. വചനം പറയുന്നു, അവൻ്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും ചിന്തയൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്ന് യഹോവ കണ്ടു. ഈ വചനം വായിക്കുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാം, എൻ്റെ ഹൃദയത്തിൻ്റെ നിരൂപണം, ചിന്ത, ആഗ്രഹം ഇതൊന്നും ദൈവത്തിന് ഇഷ്ടമില്ലാത്തതായി മാറരുത്. ഇത് ദൈവത്തിന് ഇഷ്ടമുള്ളതായി മാറണം. എൻ്റെ ഉള്ളം ദൈവത്തിൻ്റെ ആലയം, എൻ്റെ ആഗ്രഹം ദൈവത്തിനുള്ളത്, എൻ്റെ ജീവിതം കർത്താവിനുള്ളത്, എൻ്റെ സ്നേഹമെല്ലാം കർത്താവിനുള്ളത്, എൻ്റെ ശ്രദ്ധയെല്ലാം കർത്താവിനെ ആരാധിപ്പാനുള്ളത്. ചിന്തകൾ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളിലേക്ക് അലഞ്ഞു പോകുവാൻ വിടരുത്. ചിന്തകൾ ക്രിസ്തുവിൽ ഉറപ്പിക്കാമോ? നമ്മുടെ ലക്ഷ്യം കർത്താവിലാകാമോ? ചിന്തകളെ വചനത്തിൽ ഉറപ്പിക്കാമോ? ചിന്തകളെ പരിശുദ്ധാത്മാവിൽ ഉറപ്പിക്കാമോ? എങ്കിൽ ദൈവത്തിൻ്റെ ജനം ശക്തരായിരിക്കും.